നമസ്കാരം. ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മമാർക്ക് മാത്രമേ ഒരു നിപ്പിൾ ക്രാക്കിൻ്റെ പെയിൻ മനസ്സിലാവുള്ളൂ. അതായത് നിപ്പിൾ പൊട്ടിയിരിക്കുന്നതിൻ്റെ വേദന മനസ്സിലാകണമെങ്കിൽ ശരിക്കും അത് അനുഭവിച്ച് തന്നെ അറിയണം. അത്രയും സിവിയറായിട്ട് പെയിൻ ഉണ്ടായെങ്കിലും പല അമ്മമാരും കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാറുണ്ട്. അത് കുഞ്ഞുങ്ങളോടടുത്തുള്ള ആ സ്നേഹവും മാതൃത്വവും കൊണ്ടാണ്. പക്ഷെ അത് ഫീഡ് ചെയ്യും തോറും കൂടുതൽ സിവിയറായിട്ട് വരാറുണ്ട്. ഭയങ്കരമായ മുറിവുമായിട്ട് ഒ പിയിൽ വരുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിപ്പിൾ ക്രാക്കിനെ കുറിച്ചാണ്. രണ്ട് രീതിയിൽ നിപ്പിൾ ക്രാക്സ് വരാം. അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വരാം, എന്നാൽ ഡെലിവറിക്ക് മുന്നേ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നിപ്പിൾ ക്രാക്ക് വരുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കൂടുതലും ഡ്രൈനസ് വരുന്നതുകൊണ്ടാണ്, നിപ്പിളിൽ ഡ്രൈനസ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും പ്രഗ്നൻസി ആയിരിക്കുമ്പോൾ നിപ്പിൾസ് നല്ലതായിട്ട് ക്ലീനാക്കി വെക്കുക, ഓയിൽ ചെയ്യുക, അല്ലെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, ഡ്രൈനസ് വരാതെ സൂക്ഷിക്കുക. റിട്രാക്റ്റഡ് നിപ്പിളാണ്, ഉള്ളിലോട്ട് കയറിയിരിക്കുന്ന നിപ്പിളാണെന്നുണ്ടെങ്കിൽ പതിയെ അതിന് ഓയിൽ ചെയ്ത് പുറത്തോട്ടേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി പോസ്റ്റ്നേറ്റൽ നിപ്പിൾ ക്രാക്ക് രണ്ട് രീതിയിൽ വരാം. ഡീപ്പായിട്ടുള്ള നിപ്പിൾ ക്രാക്സും ഉണ്ട്, സൂപ്പർഫിഷ്യലായിട്ട്, അതായത് പുറമേ മാത്രമുള്ള ക്രാക്സും ഉണ്ട്, ഉള്ളിലേക്ക് പോകുന്ന ക്രാക്സും ഉണ്ട്. പല രീതിയിൽ നിപ്പിൾ ക്രാക്സ് വരാം. ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് കുഞ്ഞ് ബ്രസ്റ്റിൽ സക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. അതായത് നിപ്പിൾ മാത്രം കുട്ടി സക്ക് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നിപ്പിൾ ക്രാക്സ് ഡെഫിനറ്റ്ലി ഉണ്ടാകും. അതാണ് മെയിൻ കാരണം. 2 പല്ല് വന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പം നിപ്പിൾ കടിക്കാൻ സാധ്യതയുണ്ട്. 3 ലീക്കി നിപ്പിൾസ് ആണെങ്കിൽ എപ്പോഴും ഒരുപാട് പാല് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിപ്പിൾസ് ആണെങ്കിൽ എപ്പോഴും നനഞ്ഞിരുന്നിട്ട് അങ്ങനെ വരാറുണ്ട്. ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് കാൻഡിഡിയാസിസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ ബ്രസ്റ്റ് ക്രാക്സ്, നിപ്പിൾ ക്രാക്സ് വരാറുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സോപ്പ്, എക്സസീവായിട്ട് സോപ്പും വാട്ടറും വെച്ചിട്ട് ബ്രസ്റ്റ് ക്ലീൻ ചെയ്യുന്നവരുണ്ട്. ഓരോ പ്രാവശ്യം ഫീഡിങ് കഴിയുമ്പോഴും ബ്രസ്റ്റ് സോപ്പ് വെച്ച് ക്ലീൻ ചെയ്യുന്നവരുണ്ട്. അത് വരുമ്പോൾ എക്സ്ട്രീം ഡ്രൈനസ് ഉണ്ടാവുകയും അത് കാരണം നിപ്പിൾ ക്രാക്സ് വരികയും ചെയ്യും. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ലാച്ചിങ്. എന്താണ് ലാച്ചിങ്? കുഞ്ഞിനെ പ്രോപ്പറായിട്ട് ആ ബ്രസ്റ്റിലേക്ക് സക്ക് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് നിപ്പിൾസ് മാത്രം കുഞ്ഞിൻ്റെ വായ്ക്കുള്ളിൽ വെച്ച് കൊടുക്കാതെ നിപ്പിളിൻ്റെ താഴത്തെ കറുപ്പിലെ ഒരു പകുതിയോളം പോർഷനും കൂടെ കുഞ്ഞിൻ്റെ വായ്ക്കുള്ളിൽ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിപ്പിൾ ക്രാക്സ് കുറവായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിപ്പിൾ എപ്പോഴും നനഞ്ഞിരിക്കാൻ അനുവദിക്കരുത്. അതായത് എപ്പോഴും ലീക്കായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു പ്രാവശ്യം പാല് കൊടുത്തു കഴിഞ്ഞാൽ തുടച്ച് വൃത്തിയാക്കി അതിനെ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം ബ്രേസിയേഴ്സ് ഇടുക. പിന്നെ യൂസ് ചെയ്യുന്ന ബ്രേസിയേഴ്സ് എന്ന് പറയുന്നത് പ്രോപ്പർ കറക്റ്റ് സൈസുള്ള കോട്ടൺ ബ്രേസിയേഴ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. എപ്പോഴും സോപ്പ് വെച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് അത് ഡ്രൈ ആക്കാൻ പാടില്ല, വാഷ് ചെയ്യാൻ പാടില്ല. നനഞ്ഞിരിക്കുകയാണ്, ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, കുഞ്ഞിൻ്റെ വായിൽ പൂപ്പലുണ്ടെന്നുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണിച്ച് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് നിപ്പിൾ ക്രാക്സ് ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഓയിലിടാം, എണ്ണയിടാം. 2 എന്ന് പറയുന്നത് ഹൈൻ മിൽക്ക്, അതായത് പാല് കുടിപ്പിച്ച് കഴിഞ്ഞ് അവസാനം വരുന്ന മിൽക്ക് എന്ന് പറയുന്ന പാലെന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. അത് നിപ്പിൾ ക്രാക്സിന് പുറമേയൊക്കെ തേച്ചിട്ട് നന്നായിട്ട് ഉണങ്ങാൻ അനുവദിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ബ്രേസിയർ ഇടാം. ഇല്ല നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിപ്പിൾ ഷീൽഡ്സ് അവൈലബിൾ ആണ്. അതായത് നിപ്പിളിന് പുറത്ത് വെക്കാനുള്ള പ്ലാസ്റ്റിക് കുറച്ച് ഷീൽഡ്സ് അവൈലബിൾ ആണ്. ആ ഷീൽഡ്സ് പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുമ്പം ബ്രസ്റ്റിന് കുറച്ചൊരു റെസ്റ്റ് കിട്ടും. കുഞ്ഞ് നിപ്പിൾ ഷീൽഡിൽ സക്ക് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റായിട്ട് നിപ്പിൾ സക്ക് ചെയ്യാത്തതുകൊണ്ട് കുറച്ചൊരു റെസ്റ്റ് കിട്ടും. അങ്ങനെ പെട്ടെന്ന് മുറിവ് ഉണങ്ങാനും സഹായിക്കും എന്നുള്ളതാണ്. പക്ഷേ സൂപ്പർഫിഷ്യൽ ക്രാക്സ് ആണെങ്കിൽ മിക്കവാറും തന്നെ ഹീൽ ചെയ്യാറുണ്ട്. നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഡീപ്പ് ക്രാക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും അതിന് ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് യൂസ് ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് ഓറലി തന്നെ എടുക്കേണ്ടി വരാം. അങ്ങനെ ആയാലും കുറയാത്ത ടൈപ്പുകളുണ്ട്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ ഈ ബ്രസ്റ്റ് നിപ്പിൾ ക്രാക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പാല് കൊടുക്കാതിരിക്കരുത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലുള്ളിൽ കെട്ടാനും അത് അവിടെ ഇരുന്ന് അമ്മയ്ക്ക് പനി, കുളിര്, അങ്ങനെ മാസ്റ്റൈറ്റിസ്, പിന്നെ അത് ബ്രസ്റ്റ് ആബ്സസ്, അതിനുള്ളിൽ പഴുപ്പ് കെട്ടാനും പിന്നെ അത് കീറിയേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് IND ചെയ്യേണ്ടി വരേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും പാല് കൊടുക്കാൻ ശ്രമിക്കുക. ഒന്നിലും നിങ്ങൾ ബ്രസ്റ്റ് നിപ്പിൾ ഷീൽഡ് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ട് പാല് എക്സ്പ്രസ് ചെയ്ത് കളയുക. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും പാല് കെട്ടാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ മാനേജ് ചെയ്യുന്ന, അതായത് കുഞ്ഞിനെ എങ്ങനെ പ്രോപ്പറായിട്ട് ആ ഫീഡിങ് ടെക്നിക്ക് പഠിപ്പിക്കുക, ഒരുപാട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കാതിരിക്കുക, ഒരുപാട് നനഞ്ഞിരിക്കാനും അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ബ്രസ്റ്റ് ക്രാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിപ്പിൾ ക്രാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. നന്ദി, നമസ്കാരം.